ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിർദ്ദേശിച്ച സ്ഥലം ഏറ്റെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ദേവസ്വത്തിന്റെ പക്കലുള്ള സ്വർണം, വെള്ളി നിക്ഷേപങ്ങൾ ഉപയോഗിക്കുമെന്നും ചെയർമാൻ. ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടും ജീവിതം ഇരുൾ മൂടിയ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. പുല്ലഴി സ്വദേശി സോമന്റെ കുടുംബത്തിന് തുണയായത് TCVയുടെ തണൽ. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി സമർപ്പിച്ച റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിയത് പ്രളയത്തിന് കാരണമായെന്ന് മാധവ് ഗാഡ്ഗിൽ. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി സംരക്ഷണത്തിൽ മായം ചേർക്കുന്നത് വിപത്തിന് കാരണമാകുമെന്നും ഗാഡ്ഗിൽ. ഭവനരഹിതർക്ക് ആശ്വാസമായി കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഭൂമി ഗീതം. പ്രളയദുരിതം നേരിട്ട കേരളത്തിന്റെ പുനരധിവാസത്തിന് കല്യാൺ ഗ്രൂപ്പ് നൽകിയ സേവനം മാതൃകാപരമെന്ന് മന്ത്രി AC മൊയ്തീൻ. തൃശൂരിൽ 3 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുകളുമായി യുവാവിനെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. ചാവക്കാട് സ്വദേശി നഹീമാണ് അറസ്റ്റിലായത്. കുന്നംകുളത്ത് ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അത്താണിയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആലത്തൂരിൽ ഡോക്ടർ PK ബിജുവും ചാലക്കുടിയിൽ ഇന്നസെന്റും വീണ്ടും മത്സരിക്കും. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ഞായറാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിർദ്ദേശിച്ച സ്ഥലം ഏറ്റെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്. NSS പോലെയുള്ള സംഘടന സ്ഥലം ഏറ്റെടുപ്പിനെതിരെ രംഗത്തെത്തിയത് ഖേദകരമാണെന്നും സ്വന്തം സ്ഥലം നഷ്ടപ്പെടുമെന്ന ഭയമാണ് ഇവരെ അലട്ടുന്നതെന്നും മോഹൻദാസ് പറഞ്ഞു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ വികസന സെമിനാറിലാണ് ദേവസ്വം ചെയർമാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. വീതി കുറഞ്ഞ വഴികളുമായി വികസനം മുരടിച്ചു നിൽക്കുന്ന പടിഞ്ഞാറെ നടയിൽ വികസനം വേണമെങ്കിൽ സ്ഥലം ഏറ്റെടുത്തേ തീരൂ. ഈ ഭാഗത്തെ ഒട്ടുമിക്ക സ്ഥലമുടമകളും അനുകൂല നിലപാടുമായി ദേവസ്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ NSS എതിർക്കുന്നത് ശരിയായ നിലപാടല്ല. നിലവിൽ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്ന NSSന്റെ ആരോപണം ശരിയല്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പടിഞ്ഞാറേ നടയിലുള്ള പല കച്ചവട സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്മാരും സ്വമേധയാ അത് കമ്പൽസറി അക്വിസിഷൻ കൂടാതെ തന്നെ അവര് നെഗോഷിയേറ്റഡ് പർച്ചേസ് വഴി തരാൻ തയ്യാറാണ്. പല വ്യക്തികളും സ്ഥാപനങ്ങളും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രം അത് പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അത് ആ സ്ഥലങ്ങളെല്ലാം ഒരുമിച്ച് ഏറ്റെടുത്താൽ മാത്രമേ അവിടെ എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ദേവസ്വത്തിന്റെ 25-ന് വികസന പ്രവർത്തനങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്തേ മതിയാകൂ. 25-ന് വികസന പ്രവർത്തനങ്ങളിൽ മൾട്ടി ലെവൽ ആശുപത്രി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സഹായവുമായി റിലയൻസ് അടക്കമുള്ള വൻകിട കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചുറ്റമ്പലത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ദേവസ്വം ആലോചിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും ഏറ്റെടുക്കുന്ന 100 മീറ്റർ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചനയില്ല. സ്ഥലം ഏറ്റെടുക്കുന്നതിന് പണം ചിലവാക്കില്ല. നിലവിൽ ദേവസ്വത്തിന്റെ പക്കൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം, വെള്ളി നിക്ഷേപങ്ങളുണ്ട്. ഈ നിക്ഷേപമായിരിക്കും ഇതിനുവേണ്ടി ഉപയോഗിക്കുക. സ്വർണവും വെള്ളിയും അടക്കമുള്ള നിക്ഷേപങ്ങൾ സ്ഥലമാക്കി മാറ്റുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മോഹൻദാസ് പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. TCVയുടെ ഇടപെടൽ ഫലം കണ്ടു. ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടും ഇരുൾ മൂടിയ ജീവിതം തള്ളി നീക്കേണ്ട ഗതികേടിലായ പുല്ലഴി സ്വദേശി സോമനും കുടുംബത്തിനും തണലൊരുങ്ങുന്നു. TCV ഇംപാക്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുല്ലഴി കുഞ്ഞിത്തോപ്പിലെ പുറമ്പോക്ക് ഭൂമിയിൽ കഴിയുന്ന കിടപ്പുരോഗിയായ സോമന്റെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച TCV തണൽ എന്ന പ്രോഗ്രാമിലൂടെ സംപ്രേഷണം ചെയ്തത്. കേരളം കണ്ട നൂറ്റാണ്ടിന്റെ പ്രളയം സോമന്റെയും കുടുംബത്തിന്റെയും ആകെയുണ്ടായിരുന്ന കിടപ്പാടവും ഇല്ലാതാക്കി. ഇതോടെ പഴന്തുണികൾ കൊണ്ട് കെട്ടിമറച്ച അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി ചായ്പിലായിരുന്നു ഭാര്യയും മകനും മകളും പേരക്കുട്ടികളും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ജീവിതം. ഇറിഗേഷൻ പുറമ്പോക്ക് ഭൂമിയായതിനാൽ സർക്കാർ ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ഒന്നും തന്നെ ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നുമില്ല. 2 വർഷമായി കിടപ്പുരോഗിയായ സോമനെ ശുശ്രൂഷിക്കുന്നതിനായി ഭാര്യ തങ്കമ്മ ഹോട്ടൽ തൊഴിലും ഉപേക്ഷിച്ചിരുന്നു. ഇവരെ സഹായിക്കാൻ പലരും മുന്നോട്ട് വന്നെങ്കിലും പല കാരണങ്ങളാൽ പാതി വഴിയിൽ ഇവയെല്ലാം മുടങ്ങി. TCV സംപ്രേഷണം ചെയ്ത തണൽ കണ്ടിട്ടാണ് വയനാട് സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ അഡോറ ഇപ്പോൾ ഈ കുടുംബത്തിന് തണലായി എത്തുന്നത്. നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായം എത്തിച്ചും സംസ്ഥാനത്ത് 40 നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയും മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറിയ അഡോറയെ നയിക്കുന്നത് നർഗീസ് ബീഗമാണ്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട സംഘടന
സോമനെയും കുടുംബത്തെയും സന്ദർശിച്ചു. ഒപ്പം 1.5 മാസത്തിനുള്ളിൽ തൽസ്ഥാനത്ത് തന്നെ അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകാമെന്ന ഉറപ്പും നൽകി. ഏകദേശം ഒരു 450 സ്ക്വയർ ഫീറ്റിനും 600 സ്ക്വയർ ഫീറ്റിനും ഇടയ്ക്കുള്ള ഒരു വീട് ചെയ്തു കൊടുക്കുക. ഒരു 2 ബെഡ്റൂം, ചെറിയൊരു ഹാള്, കിച്ചണ്, പിന്നെ ഒരു ടോയ്ലറ്റ് സൗകര്യവും ഇവിടെ ചേർത്തിട്ടുള്ള പ്ലാനാണ് നമ്മുടെ. 40 ദിവസത്തിനുള്ളിൽ പണി കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പറഞ്ഞ വാക്ക് പ്രാവർത്തികമാക്കിയ സംഘടന വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. പ്രദേശവാസിയായ ഷേർലിയിൽ നിന്നും അറിഞ്ഞ പൊതുപ്രവർത്തകയായ വിനീത സഞ്ജീവാണ് TCVയുടെ തണൽ നർഗീസ് ബീഗത്തിന് മുൻപാകെ എത്തിച്ചത്. ഞങ്ങൾ TCVയിൽ ന്യൂസ് കൊടുത്തു തുടങ്ങുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട്. 10-15 അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അയച്ചു തന്നവർക്കൊക്കെ വളരെയധികം നന്ദി. സ്വപ്നം മാത്രം കണ്ടിരുന്ന അടച്ചുറപ്പുള്ള ഭവനം യാഥാർത്ഥ്യമാകുന്നതിലുള്ള ആത്മനിർവൃതിയിലാണിപ്പോൾ ഈ കുടുംബം. TCV തൃശൂർ. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി സമർപ്പിച്ച റിപ്പോർട്ട് അപ്പാടെ തള്ളിയത് പ്രളയത്തിന് ഒരു കാരണമായെന്ന് മാധവ് ഗാഡ്ഗിൽ. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിലെ സുപ്രധാന ഭാഗമാണ് പ്രകൃതി സംരക്ഷണവും നദീ സംരക്ഷണവും. ഇതെല്ലാം വിശദമായി പ്രതിപാദിപ്പിക്കുന്ന കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ മാഫിയയുടെ പ്രവർത്തനഫലമായി തഴയപ്പെട്ടു. റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ പ്രളയവും മലയിടിച്ചിലുമെല്ലാം ഒരു പരിധിവരെ തടയാമായിരുന്നു. പ്രളയാനന്തരമുള്ള സർക്കാരിന്റെ നവകേരള സൃഷ്ടി നടപ്പിലാക്കേണ്ടത് ഗ്രാമങ്ങളിലെ അടിസ്ഥാന വർഗജനങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളുമെല്ലാം പരിഗണിച്ചാവണം. വ്യക്തി, സംഘടന, രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി സംരക്ഷണത്തിൽ മായം ചേർക്കുന്നത് വൻ ആപത്താണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സലീം ഇന്ത്യ ഫൗണ്ടേഷൻ ഭാരവാഹി VS വിജയനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഭവനരഹിതർക്ക് ആശ്വാസമായി കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഭൂമി ഗീതം. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്യാൺ ജ്വല്ലേഴ്സ് നിർമ്മിച്ച 24 ഫ്ളാറ്റുകളുടെ ഔപചാരിക ഉദ്ഘാടനവും താക്കോൽദാനവും കിരാലൂരിൽ നടന്നു. തങ്ങാലൂർ വില്ലേജിൽപ്പെട്ട കിരാലൂരിൽ കല്യാൺ ജ്വല്ലേഴ്സ് മനോഹരമായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. താമസിക്കുന്നവരുടെ സംതൃപ്തി കൂടി കണക്കിലെടുത്ത് എല്ലാവിധ സൗകര്യങ്ങളോടെയും പണിതീർത്ത് 24 കുടുംബങ്ങളുടെ അടച്ചുറപ്പുള്ള ഒരു ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കല്യാൺ ജ്വല്ലേഴ്സിന്റെ പ്രവർത്തനം ഏവർക്കും മാതൃകയും അഭിനന്ദനാർഹവുമാണെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. പ്രളയകാലത്ത് വലിയ സഹായമാണ് കല്യാൺ ഗ്രൂപ്പിൽ നിന്നുണ്ടായതെന്നും ഭവനരഹിതരില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിന് കല്യാൺ ജ്വല്ലേഴ്സ് പോലുള്ളവരുടെ സഹായങ്ങൾ വളരെ വലുതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ പേരിലും സ്വന്തം പേരിലും കല്യാൺ ജ്വല്ലേഴ്സ് സാരഥി TS കല്യാണരാമനെ നന്ദി അർപ്പിക്കുന്നതായി മന്ത്രി മൊയ്തീൻ പറഞ്ഞു. ഭവനരഹിതരായ 24 കുടുംബങ്ങൾക്ക് കല്യാൺ ഗ്രൂപ്പ് വീട് നിർമ്മിച്ച് നൽകുന്ന ഏറ്റവും സന്തോഷകരമായൊരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. വീടില്ലാത്തവർക്ക് അടച്ചുറപ്പുള്ളൊരു കൂരയുണ്ടാവുക എന്നുള്ള ആഗ്രഹം അത് സാധ്യതപ്രായമാക്കിയ, അത് ഏറ്റവും മനോഹരമായി തയ്യാറാക്കിയ കല്യാൺ ഗ്രൂപ്പിനോട് സംസ്ഥാന സർക്കാരിനുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. വെറുതെ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കലല്ല, താമസിക്കുന്ന ആളുകളുടെ സംതൃപ്തി കൂടി കല്യാൺ ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട്. ശ്രീ കല്യാണരാമൻ ആ കാര്യത്തിൽ പ്രത്യേകം താല്പര്യമെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് ഏറ്റവും മികച്ച രീതിയിലാണ് ഈ ഭവനത്തിൻ്റെ പണി നടന്നത് എന്ന് ഞാൻ പറഞ്ഞത്. കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ, കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എന്നിവർ ചേർന്ന് 24 കുടുംബങ്ങൾക്കും താക്കോൽദാനം നിർവഹിച്ചു. കല്യാൺ ജ്വല്ലേഴ്സിന്റെ പ്രവർത്തനം ഏറെ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി സുനിൽകുമാർ പറഞ്ഞു. വളരെ ആധുനിക സൗകര്യത്തോടു കൂടി 2 ബെഡ്റൂമും ഒരു നല്ല ഹാളും അടുക്കളയും ഒരു ചെറിയ സിറ്റ് ഔട്ട് അടക്കം ഒരു നല്ല വീടിൻ്റെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഫ്ലാറ്റുകളാണ് ശ്രീ കല്യാണരാമൻ അവർകൾ സൗജന്യമായി സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഇത്രയും ഭാവനാപൂർണമായി പണം ചിലവഴിച്ച് നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ എല്ലാം തൃശ്ശൂർ ജില്ലയിലെ മാത്രമല്ല ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട വ്യവസായിയായി മാറിയിട്ടുള്ള കല്യാൺ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, നമ്മുടെ എല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ TS കല്യാണരാമൻ അവർകളെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും വ്യക്തിപരമായും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. സർക്കാർ നൽകിയ ഭൂമിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി കമനീയമായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ 24 കുടുംബങ്ങൾക്കും 800 സ്ക്വയർ ഫീറ്റ് വീതമുള്ള മികവാർന്ന ഫ്ളാറ്റുകളാണ് കല്യാൺ ജ്വല്ലേഴ്സ് പണിതീർത്ത് താക്കോൽ കൈമാറിയിരിക്കുന്നത്.
ഫ്ളാറ്റ് നിർമ്മാണ ചുമതല വഹിച്ച KMP കൺസ്ട്രക്ഷൻസ് ഉടമ KM പരമേശ്വരനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അനിൽ അക്കര MLA ഭൂമിഗീതം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കളക്ടർ TV അനുപമ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഔണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ ബാബുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കല്യാൺ ജ്വല്ലേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് കല്യാണരാമൻ, കല്യാൺ ഡെവലപ്പേഴ്സ് MD കാർത്തിക് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. സ്വന്തമായൊരു ഭവനം എന്ന സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന കല്യാൺ ജ്വല്ലേഴ്സ് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയത് പേരിനൊരു വീടല്ല, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ മനോഹരമായ 24 ഫ്ളാറ്റുകളാണ്. ലോകം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന കല്യാൺ ജ്വല്ലേഴ്സിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമൻ സർക്കാരിന്റെ ഭൂരഹിത കേരളം എന്ന പദ്ധതി ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിന് ഏറെ വില കൽപ്പിക്കുന്ന അദ്ദേഹം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ 24 കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റുകൾ നിർമ്മിച്ച് അവരുടെ സ്വപ്നമാണ് സഫലീകരിച്ച് നൽകിയത്. പേരിനൊരു ഫ്ളാറ്റല്ല, ഓരോന്നും 800ഓളം സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ മനോഹരമായ ഭവനങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച കല്യാൺ ജ്വല്ലേഴ്സ് ബിസിനസ്സിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ചിലവഴിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. പ്രളയദുരിതം നേരിട്ട കേരള ജനതയുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ സംഭാവന നൽകിയ കല്യാൺ ജ്വല്ലേഴ്സ് പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് മറ്റ് നിരവധി സഹായങ്ങൾ കൈമാറി സമൂഹത്തിനാകെ മാതൃക കാണിച്ചിരുന്നു. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി AC മൊയ്തീൻ ഈ പ്രവർത്തനത്തെ പ്രത്യേകം പ്രകീർത്തിക്കുകയും ചെയ്തു. പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായിരിക്കാൻ പാടില്ലെന്നും ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് അവരുടെ ബാല്യത്തിൽ നല്ല അന്തരീക്ഷത്തിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും പറഞ്ഞ കല്യാൺ ജ്വല്ലേഴ്സ് സാരഥി TS കല്യാണരാമൻ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി തങ്ങളാൽ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദേശഭാഷഭേദമന്യേ നടത്തിവരുന്നുണ്ട്. കേരള ഗവൺമെൻറ് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത പാവങ്ങൾക്കായിട്ട് വീട് പണിയുക എന്നുള്ള ആ സംരംഭത്തിൽ ഞങ്ങൾ കല്യാൺ ജുവല്ലേഴ്സ് അവർക്ക് കുറച്ച് വീട് കെട്ടിക്കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഗവൺമെൻറ് ഒരു സ്ഥലം തന്നു. ആ സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമായതുകൊണ്ട് അത് വീടായിട്ട് പണിയാൻ പറ്റാതെ വന്നപ്പോൾ അത് അപ്പാർട്ട്മെൻറ്റായിട്ട് ഫ്ലാറ്റുകളായിട്ട് പണിയാനായിട്ട് സാങ്ഷൻ മേടിച്ച് പണി തുടങ്ങി. പണിയൊക്കെ അതിഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ കണ്ടു, ആ കുട്ടികളൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു കുട്ടി, പാലക്കാടിലത്തെ കുട്ടിയൊക്കെ പഠിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ള കുട്ടികളാണ്. ഈ കുട്ടികളൊക്കെ നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചക്രം തിരിക്കാൻ പോകുന്ന കുട്ടികളാണ്. ഇവരൊക്കെ വലുതായി വരുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ കുട്ടിക്കാലത്ത് തന്നെ കിട്ടണം. കേരളത്തിലെ നിരവധി സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ശുചിമുറികളടക്കം നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി നൽകിയ കല്യാൺ ജ്വല്ലേഴ്സിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആന്ധ്രാപ്രദേശിൽ ജീവിത സാഹചര്യങ്ങളിൽ പുറകിൽ നിൽക്കുന്ന 1000 കുടുംബങ്ങൾക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ് വീട് നിർമ്മിച്ച് നൽകിയത്. സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഏറെ മനുഷ്യത്വപരമായ സമീപനങ്ങളുമായി നിരവധി പേർക്ക് താങ്ങായി മാറുകയാണ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ സേവന പ്രവർത്തനങ്ങൾ. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. തൃശൂരിൽ മയക്കുമരുന്നുകളുടെ വൻ ശേഖരവുമായി യുവാവിനെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. ചാവക്കാട് പാലൂർ സ്വദേശി നഹീമിനെയാണ് തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ MF സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്.
ന്യൂ ജനറേഷൻ സിന്തറ്റിക് മയക്കുമരുന്നുകളായ ഹാഷിഷ് ഓയിൽ 140 ഗ്രാം, LSD സ്റ്റാമ്പുകൾ 4 എണ്ണം, MDMA പിൽസ് മിഠായി 6 എണ്ണം, ബ്രൗൺ ഷുഗർ 3 ഗ്രാം എന്നിങ്ങനെയാണ് പ്രതിയിൽ നിന്ന് പിടികൂടിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും ഇത്രയുമധികം വ്യത്യസ്തമായ സിന്തറ്റിക് മയക്കുമരുന്നുകൾ പിടികൂടുന്നത്. തൃശൂരിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 ദിവസമായി തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 30ഓളം വിദ്യാർത്ഥികളെ പിടികൂടുകയും അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഹീം എക്സൈസിന്റെ പിടിയിലായത്. കോളേജ് വിദ്യാർത്ഥിയാണെന്ന വ്യാജേന അന്വേഷണ സംഘം പ്രതിയെ ബന്ധപ്പെട്ട് സിന്തറ്റിക് മയക്കുമരുന്നുകൾ വേണമെന്ന് പറയുകയും കച്ചവടം ഉറപ്പിക്കുകയും ചെയ്ത ശേഷമാണ് മയക്കുമരുന്നുമായി എത്തിയ പ്രതിയെ സാഹസികമായി പിടികൂടിയത്. 1 ഗ്രാം ഹാഷിഷ് ഓയിലിന് 2500 രൂപയും 1 LSD ഫുൾ സ്റ്റാമ്പിന് 4000 രൂപയും MDMA പിൽസ് മിഠായി എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് മിഠായി ഒന്നിന് 2500 രൂപ വീതവും 1 ഗ്രാം ബ്രൗൺ ഷുഗറിന് 4500 രൂപയുമാണ് പ്രതി ആവശ്യക്കാരിൽ നിന്നും ഈടാക്കിയിരുന്നത്. ഗോവയിൽ നിന്നുമാണ് സിന്തറ്റിക് ഡ്രഗ്സുകൾ പ്രതി കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. വിദ്യാർത്ഥികൾ സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ അടിമകളായി മാറുന്നുവെന്നാണ് പ്രതിയിൽ നിന്ന് എക്സൈസ് സംഘത്തിന് ലഭിച്ച വിവരം. 3 ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് എക്സൈസ് സംഘം പിടികൂടിയത്. അയാളത് ഗോവയിൽ നിന്ന് വരുത്തിയിട്ടാണ് ഇവിടെ കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. അത് വളരെ മാരകമായ ഒരു മയക്കുമരുന്ന് LSD, MDMA, ഹാഷിഷ്, അതുപോലെ ബ്രൗൺ ഷുഗർ, ഈ 4 മരുന്ന് ഇയാളെ നമ്മൾ കണ്ടെടുത്തു. എക്സൈസ് പ്രിവെന്റിംഗ് ഓഫീസർമാരായ ശിവശങ്കരൻ, സതീഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കൃഷ്ണപ്രസാദ്, സുനിൽ, മനോജ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളത്ത് ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കുന്നംകുളം ചിറ്റന്നൂർ സ്വദേശി മേഞ്ചേരി വീട്ടിൽ ഗിരീഷിന്റെ മകൻ 14 വയസ്സുള്ള വിഘ്നേഷാണ് മരിച്ചത്. കാവിലക്കാട് കണ്ണേശ്വരം ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയതാണ് വിഘ്നേഷ്. നീന്തൽ വശമുണ്ടായിരുന്നില്ല. കുളത്തിൽ വീണതെറിഞ്ഞ് പരിസരത്തുണ്ടായിരുന്നവരും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കുന്നംകുളം MJD സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അത്താണിയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അത്താണി സ്വദേശി ചോറക്കാട്ടിൽ കുട്ടൻ മകൻ വിനോദ് എന്ന് വിളിക്കുന്ന 32 വയസ്സുള്ള കണ്ണനാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ പുത്തൻപുരയ്ക്കൽ പ്രതീഷ്, തങ്ങാലൂർ സ്വദേശി പ്രസാദ്, ചേലക്കര സ്വദേശി മൻസൂർ എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. തൃശൂർ ഷൊർണൂർ റൂട്ടിലോടുന്ന ചിറയത്ത് ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. അപകടത്തെ തുടർന്ന് ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബസ് ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇടതുമുന്നണി മത്സരിക്കുന്ന 20 സീറ്റിൽ CPM മത്സരിക്കുന്ന 16 സീറ്റിലേക്കാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2 വനിതാ സ്ഥാനാർത്ഥികളും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആലത്തൂരിൽ സിറ്റിംഗ് MP ഡോക്ടർ PK ബിജുവും ചാലക്കുടിയിൽ സിറ്റിംഗ് MP ഇന്നസെന്റും വീണ്ടും മത്സരിക്കും. തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ LDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷന് ഞായറാഴ്ച തുടക്കം കുറിക്കും. തൃശൂർ മണ്ഡലം കൺവെൻഷൻ തിങ്കളാഴ്ചയും ആലത്തൂർ ചാലക്കുടി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചൊവ്വാഴ്ചയും നടക്കും. വിശിഷ്ടാംഗത്വം ഉൾപ്പെടെയുള്ള സാഹിത്യ അക്കാദമി അവാർഡുകളുടെ ഘടനാമാറ്റം അടുത്ത വർഷം മുതൽ പരിഗണിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ. സാഹിത്യ അക്കാദമിയുടെ 62ാം വാർഷിക ഉദ്ഘാടനവും വിശിഷ്ടാംഗത്വം, സമഗ്ര സംഭാവന എന്നീ പുരസ്കാരങ്ങളുടെ വിതരണവും തൃശൂരിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടികൾ തമസ്കരിക്കുന്നത് ശരിയല്ല. ഗ്രാമങ്ങളിലടക്കം ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്നത്. സാംസ്കാരിക നായകന്മാരുടെ സ്മാരകങ്ങളും സ്ഥാപിക്കുന്ന നടപടികളും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. 1000 കോടി രൂപയുടെ പദ്ധതികൾ സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ അധ്യക്ഷത വഹിച്ചു. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. പുരസ്കാര നേതാക്കളായ ഡോക്ടർ MP പരമേശ്വരൻ, ഡോക്ടർ KG പൗലോസ്, K അജിത, CL ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കവി ആറ്റൂർ രവിവർമ്മയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം സമ്മാനിച്ചു. തൃശൂർ കോട്ടപ്പുറത്തെ രാഗമാലികപ്പുറത്ത് ആറ്റൂർ രവിവർമ്മയുടെ വസതിയിലെത്തിയാണ്
സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ വിശിഷ്ടാംഗത്വം നൽകിയത്. ആറ്റൂർ രവിവർമ്മയെ പൊന്നാടയണിയിച്ച് ആദരിച്ച മന്ത്രി പ്രശസ്തിപത്രവും ഫലകവും 2 പവന്റെ സ്വർണ്ണപതക്കവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലാണ് ആറ്റൂർ രവിവർമ്മ. മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, സെക്രട്ടറി ഡോക്ടർ MK മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്തു. സർക്കാർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മാവോയിസ്റ്റുകളുമായുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥത ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മാവോയിസ്റ്റ് നേതാവ് രൂപേഷ്. ഭാര്യ മാതാവ് സഫിയയെ വലപ്പാട് ചന്തപ്പടിയിലെ വീട്ടിൽ സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു രൂപേഷിന്റെ പ്രതികരണം. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമ്മൾ ചർച്ചയ്ക്ക് മീഡിയേഷൻ നടത്താം തയ്യാറാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, ബ്ലഡ് ബാത്ത് അവസാനിപ്പിക്കണം, അനകൊണ്ട അവസാനിപ്പിക്കണം. മാവോയിസ്റ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ തടവുകാരനായി വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രൂപേഷിനെ ഇന്ന് രാവിലെ 9-നാണ് വലപ്പാടുള്ള ഭാര്യ വീട്ടിലെത്തിച്ചത്. 12-അംഗ തണ്ടർബോൾട്ട് സംഘത്തിന്റെ അകമ്പടിയോടെയായിരുന്നു രൂപേഷിനെ വലപ്പാടെത്തിച്ചത്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി 6 മണിക്കൂർ സമയമാണ് രൂപേഷിന് പരോൾ അനുവദിച്ചത്. വൈത്തിരി വെടിവെപ്പ് സംഭവം കൂടി കണക്കിലെടുത്ത് പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വീട്ടിലും പരിസര പ്രദേശങ്ങളിലുമായി ഒരുക്കിയിരുന്നു. വീട്ടിലെത്തിയ രൂപേഷിനെ മക്കളായ ആമിയും സവേരയും 1 മാസം മുമ്പ് ജാമ്യം ലഭിച്ച ഭാര്യ ഷൈനയും സഹോദരനും ചേർന്ന് സ്വീകരിച്ചു. കർശന ഉപാധികളോടെയായിരുന്നു കോടതി പരോൾ അനുവദിച്ചത്. റിസർവ് CI ജോസഫിന്റെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര, കൊടകര, മതിലകം SHOമാർ ഉൾപ്പെടെ 50ഓളം പേരടങ്ങുന്ന സംഘമാണ് സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്നത്. ഇടവേള. ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകൾ തുടരുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡ്രൈവിംഗ് ലൈസൻസിനും വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനും ഏകീകൃത രൂപമാക്കുന്നു. ഒക്ടോബർ 1 മുതലാണ് പുതിയ മാറ്റം നടപ്പിലാക്കുകയെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത രീതിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളും RC ബുക്കുകളുമാണ് വിതരണം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇവ ഏകീകരിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്നത്. നിലവിൽ പേപ്പർ രൂപത്തിൽ നിന്ന് ലൈസൻസും RC ബുക്കും സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് മാറ്റും. പുതിയ രീതി അനുസരിച്ച് ലൈസൻസിൽ ഘടിപ്പിച്ച QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ വാഹനത്തിന്റെയും ഡ്രൈവറുടെയും 10 വർഷം വരെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. പുതിയ ലൈസൻസിൽ അവയവദാനത്തിനുള്ള ഡ്രൈവറുടെ സമ്മതവും ഭിന്നശേഷിയുള്ളവരാണെങ്കിൽ അതും രേഖപ്പെടുത്തും. രാജ്യത്താകെ വാഹന രജിസ്ട്രേഷനും ലൈസൻസും ലഭ്യമാക്കാൻ വാഹൻ സാരഥി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. വാഹൻ പദ്ധതി വാഹന രജിസ്ട്രേഷനും സാരഥി പദ്ധതി ഡ്രൈവിംഗ് ലൈസൻസിനുമാണ്. ഹൈവേ പോലീസ് വാഹനങ്ങളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഡ്യൂട്ടി സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന ഒരു ഓഫീസർ മദ്യപിച്ചിരുന്നതായി വിജിലൻസ് സംഘം കണ്ടെത്തി. മറ്റൊരു വാഹനത്തിൽ നിന്ന് 2 ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും വിജിലൻസ് കണ്ടെടുത്തു. വിജിലൻസ് ഡിവൈഎസ്പി മാത്യുരാജ് കള്ളിക്കാടന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 6 ഹൈവേ പോലീസ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. സ്വകാര്യ ധനകാര്യ സേവന മേഖലയിൽ കഴിഞ്ഞ 62 വർഷമായി കണ്ടശാങ്കടവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ബിസിനസ് മീറ്റും പുതിയ ലോഗോ പ്രകാശനവും തൃശൂരിൽ നടന്നു. കോവിലകത്തുംപാടം ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. ബിസിനസ് മീറ്റിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന
മുരളി പെരുന്നെല്ലി MLA നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. ന്യൂട്രിച്യൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് അധ്യക്ഷനായിരുന്നു. ധനലക്ഷ്മി ബാങ്ക് മുൻ ചെയർമാൻ TS അനന്തരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്ക, മുൻ MLA അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, K3A സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, രാജേഷ് കുമാർ K. പിള്ള, ശില്പ രാമദാസ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കമ്പനിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി 5 നിർധന കുടുംബങ്ങളിലെ യുവതികൾക്ക് 1 ലക്ഷം രൂപ വീതമുള്ള ധനസഹായവും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. നിലവിൽ കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലായി ന്യൂട്രിച്യൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് 28 ബ്രാഞ്ചുകളുണ്ട്. 2020ഓടെ 50 ബ്രാഞ്ചുകളാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും MD അറിയിച്ചു. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ കത്തുന്ന സൂര്യൻ ഉരുകുന്ന ഭൂമി. വേനൽ കനത്തതോടെ കുടിവെള്ളം തേടി അലയുന്ന പറവകൾക്ക് ദാഹമകറ്റാൻ തണ്ണീർക്കുടങ്ങൾ ഒരുങ്ങുന്നു. പ്രകൃതി സംരക്ഷണ സംഘം പ്രവർത്തകരാണ് സ്നേഹ തണ്ണീർക്കുടം പദ്ധതി പ്രകാരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിക്കുന്നത്. TCB ഓഫീസിൽ സ്ഥാപിച്ച തണ്ണീർക്കുടത്തിൽ തൃശൂർ ടെലിവിഷൻ ചെയർമാൻ മനോജ് കല്ലാറ്റ് ആദ്യ ജലം പകർന്നു. മൺപാത്രങ്ങളിൽ വെള്ളം നിറച്ച് മരച്ചില്ലകളിലും മറ്റും സ്ഥാപിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പറവകൾക്ക് വെള്ളം നൽകുന്നതിൻ്റെ സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ ഓഫീസുകളിലും പോയിട്ട് ഞങ്ങൾ ഏകദേശം തൃശ്ശൂർ ജില്ല 150ഓളം കുടങ്ങൾ വയ്ക്കുന്നുണ്ട്. പക്ഷികൾ കൂടുതലായി തമ്പടിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മൺകലത്തിൽ കുടിനീര് നിറച്ചുവെക്കുന്നത്. വീടുകളിലും ഇത്തരത്തിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചാൽ കൊടും വേനലിൽ ദാഹജലം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന പക്ഷികൾക്ക് ആശ്വാസമാകുമെന്ന് പ്രവർത്തകർ പറയുന്നു. സ്വന്തം വീട്ടിലും ഇതേപോലെ തണ്ണീർക്കുടങ്ങൾ വെച്ച് ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞങ്ങളെ മനസ്സാ ആഗ്രഹിക്കുകയാണ്. സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലായി 150ഓളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. വീരചക്ര ലഭിച്ച നേവി ഓഫീസർക്ക് നാട് നൽകിയ സമ്മാനമായിരുന്നു ജവാന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് ജവാന്റെ പേര് തന്നെ നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഔദ്യോഗിക രേഖകളിൽ കൂടി തിരുത്തപ്പെട്ട തോമാച്ചൻ റോഡിനെ തിരിച്ചുപിടിക്കുവാൻ വാർദ്ധക്യത്തിലും ആ പഴയ ജവാന്റെ ഭാര്യ ഉദ്യോഗസ്ഥ വരാന്തകൾ കയറിയിറങ്ങുകയാണ്. ഇന്ന് ഔദ്യോഗിക രേഖകളിൽ പോലും ആ ജവാന്റെ സ്മരണയില്ല. 1971 ചൊവ്വന്നൂർ മുഗലശ്ശേരി തോമാച്ചൻ എന്ന നേവി പെറ്റി ഓഫീസർക്ക് വീരചക്ര ലഭിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന VV ഗിരിയിൽ നിന്നും മെഡൽ വാങ്ങി നാട്ടിലെത്തിയപ്പോൾ ചൊവ്വന്നൂർ പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് തോമാച്ചൻ റോഡ് എന്ന പേര് നൽകാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് യോഗം ചേർന്ന് ഐകകണ്ഠേന അംഗീകരിച്ച് 1972 ജനുവരിയിൽ ചേർന്ന യോഗ മിനിറ്റ്സിൽ ഇത് രേഖയാക്കുകയും ചെയ്തു. ബോർഡ് സ്ഥാപിക്കാനുള്ള പണവും പഞ്ചായത്ത് തന്നെ ചിലവഴിക്കുമെന്നും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബോർഡ് സ്ഥാപിച്ച് പിന്നീട് ഔദ്യോഗിക രേഖകളിലും തോമാച്ചൻ റോഡ് നിലവിൽ വന്നു. നഗരത്തിൽ അങ്ങനെ 2 റോഡുകൾ ധീരജവാന്മാരുടെ സ്മരണയായി മാറി. പിന്നീടെന്നോ തോമാച്ചൻ റോഡിലെ ബോർഡ് അപ്രത്യക്ഷമായി. റോഡിനെ പിന്നീട് ആളുകൾ അയ്യപ്പത്ത് റോഡെന്ന് വിളിച്ചു തുടങ്ങി. ഇത്തരത്തിൽ പുതിയ പേര് വായ്ത്താരിയായി ഉയർന്നു വരുന്നത് പിൽക്കാലത്ത് റോഡിന്റെ പേര് മാറാൻ കാരണമാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരും അന്ന് ഗൗരവമായി കണ്ടില്ല. 1997 തോമാച്ചൻ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും റോഡിന് ബോർഡ് എത്തിയെങ്കിലും ഈ മേഖല നഗരസഭയോട് കൂടിച്ചേർന്നപ്പോൾ ഔദ്യോഗിക രേഖകളിൽ അത് അയ്യപ്പത്ത് റോഡായി മാറി. റോഡിന് മുന്നിൽ അയ്യപ്പത്ത് എന്ന പേരിൽ പുതിയ ബോർഡ് എത്തിയപ്പോൾ അത് ജവാനോടുള്ള അനാദരവാണെന്ന് കാട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ വീർനാരി ചിന്നമ്മ നഗരസഭയിൽ അപേക്ഷ നൽകിയെങ്കിലും അത് ഇന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. നഗരസഭയ്ക്ക് ഇത് സംബന്ധിച്ച് പഠിക്കാൻ സാവകാശം വേണമെന്നായിരുന്നു അന്നും ഇന്നും മറുപടി. യുദ്ധമുഖത്ത് അതിസാഹസികമായി ശത്രുക്കളോട് പടപൊരുതിയ യോദ്ധാവിനെ സത്യത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പേരുമാറ്റൽ. അത് തിരിച്ചുപിടിക്കാൻ നിരന്തരം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കയറിയിറങ്ങുകയാണെന്നും ഇവർ പറയുന്നു. മുനിസിപ്പാലിറ്റി പോയി 3 പരാതി കൊടുത്തും സെക്രട്ടറിക്കും പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണും പരാതി കൊടുത്തു. പക്ഷേ ഇതുവരെ അതിന് യാതൊരു മറുപടിയും ഞങ്ങൾക്ക് തന്നില്ല. കുറേ പ്രാവശ്യം ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയർപേഴ്സൺ പറയുന്നത് അത് അന്വേഷിക്കണം, അതേക്കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങളെ എന്നും അവരെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. വർഷാവർഷം റിപ്പബ്ലിക് ദിനത്തിലെ പ്രത്യേക പരിപാടികളിൽ അതിഥിയായി ക്ഷണിക്കാനെത്തുമ്പോഴല്ലാതെ ഇവരെ ആരും ഓർക്കാറുമില്ലത്രേ.
മരണത്തിനു മുൻപെങ്കിലും തന്റെ പ്രിയതമന്റെ പേരിലുള്ള റോഡ് പുനഃസ്ഥാപിക്കാനാകണമെന്ന ആശയിൽ മാത്രമാണ് വീർനാരി ചിന്നമ്മ ഇപ്പോഴും ഉദ്യോഗസ്ഥ വരാന്തകൾ കയറിയിറങ്ങുന്നത്. TCV കുന്നംകുളം. ഒരു ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കനത്ത ചൂടിന് ആശ്വാസമായി ജില്ലയിലെ പല ഭാഗങ്ങളിലും വ്യാപകമായി ചെറിയ തോതിൽ മഴ പെയ്തു. ശനിയാഴ്ച രാത്രിയോടെയാണ് ചാലക്കുടി, മാള, വരന്തരപ്പള്ളി, പുതുക്കാട്, പാവറട്ടി, പറപ്പൂർ, അമലാനഗർ, പുത്തൂർ, മാന്നാമംഗലം, മരോട്ടിച്ചാൽ തുടങ്ങി ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ പെയ്തത്. മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മെച്ചപ്പെട്ട തൊഴിൽ ഉറപ്പുവരുത്തുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡൽ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1500 വിദ്യാർത്ഥികൾക്ക് ജോലി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ജോലി നൽകും. 26 ലക്ഷം രൂപ വരെ വിദേശ പണത്തിന് സർക്കാർ സഹായം നൽകി വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അപ്രതീക്ഷിത അതിഥിയായി ചലച്ചിത്ര താരം മഞ്ജു വാര്യർ പരിപാടിക്കെത്തിയത് വിദ്യാർത്ഥികൾക്കും സദസ്സിലുള്ളവർക്കും ആവേശമായി. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡൽ വിതരണം മഞ്ജു വാര്യർ നിർവഹിച്ചു. മേയർ അജിത വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ PM അലി അസ്കർ പാഷ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ സിന്ധു പരമേശ് തുടങ്ങിയവർ സംസാരിച്ചു. മാവോയിസ്റ്റ് പ്രവർത്തകരോട് യോജിക്കുന്നില്ലെങ്കിലും ലാത്തിയും പോലീസിന്റെ വെടിയുണ്ടയും ഇതിനൊരു പരിഹാരമല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. പൗരാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പലിന് നൽകിയ സമാദരണ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടികൊണ്ടും വെടിയുണ്ട കൊണ്ടും മാവോയിസ്റ്റുകളെ അടിച്ചമർത്താൻ പോയാൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ സർക്കാർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളും ഗുണഗണങ്ങളും അർഹതപ്പെട്ടവരിൽ എത്തിക്കപ്പെടാത്ത സാഹചര്യമാണുള്ളതെന്നും ആദിവാസികളുടെയും പാവപ്പെട്ടവരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും സുധീരൻ പറഞ്ഞു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ശ്രീധരൻ തേറമ്പലിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. മുൻമന്ത്രി KP രാജേന്ദ്രൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, ഡോക്ടർ M ജയപ്രകാശ്, ഡോക്ടർ PV കൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അരിമ്പൂർ പഞ്ചായത്ത് നടത്തിയ ലഹരി വിരുദ്ധ ജാഥയ്ക്കും ബോധവൽക്കരണ തെരുവ് നാടകത്തിനും വീട്ടമ്മമാരുടെ അഭിനന്ദന പ്രവാഹം. ലഹരിയില്ലാത്ത ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അരിമ്പൂർ പഞ്ചായത്ത് നടത്തിയ ഉണർത്ത് ജാഥയ്ക്ക് വൻ സ്ത്രീ പങ്കാളിത്തമായിരുന്നു. സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ മഹാവിപത്തിൽ നിന്നും യുവാക്കളെയും വിദ്യാർത്ഥി സമൂഹത്തെയും ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചുവിടുന്നതിനായിട്ടാണ് പഞ്ചായത്ത് ഉണർത്ത ജാഥ സംഘടിപ്പിച്ചത്. കുന്നത്തങ്ങാടിയിൽ നടന്ന ജാഥ മുരളി പെരുന്നലി MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന തെരുവുനാടകം അക്ഷരാർത്ഥത്തിൽ കാണികളായ 100 കണക്കിന് വീട്ടമ്മമാരുടെ മനം കവർന്നു. ചിലരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന ദൃശ്യാവിഷ്കാരമായിരുന്നു ഇതിൽ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ സ്വന്തം അമ്മയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്ന മകന്റെയും നൊന്തുപെറ്റ മകനെ നേർവഴിയാക്കാൻ പാടുപെടുന്ന അമ്മയും ഒരു വേള എല്ലാത്തിലും പശ്ചാത്തപിച്ച് ആത്മഹത്യ ചെയ്യുന്ന മകന്റെ അവസ്ഥയും കാണികളായി നിന്ന അമ്മമാരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഉന്മാദം എന്ന തെരുവുനാടകം അഞ്ഞൂർ ഗ്രാമീണ വായനശാലയാണ് അവതരിപ്പിച്ചത്. തുടർന്ന് അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ജനങ്ങളുടെ താൽപര്യപ്രകാരം നാടകം വീട്ടമ്മമാരുടെ സാന്നിധ്യത്തിൽ വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു. ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് 4 ഇടങ്ങളിലായാണ് ബോധവൽക്കരണം നടത്തുന്നത്. നമ്മുടെ യുവതലമുറയുടെ ഭാവിയെ അങ്ങേയറ്റം ആപൽക്കരമായി ബാധിക്കുന്ന ഒരു വലിയ ഗൗരവമേറിയ വിപത്ത് എന്ന നിലയ്ക്ക് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്തിക്കാട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വനിതാ അംഗം സതി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ് അധ്യക്ഷയായിരുന്നു. അന്തിക്കാട് വനിതാ SI MD അന്ന,
ഡോക്ടർ സി രാവുണ്ണി, ജില്ലാ പഞ്ചായത്ത് അംഗം സിജി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഓമന അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, അന്തിക്കാട്. CRPF പെൻഷനേഴ്സ് ഫോറത്തിന്റെ 5ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. ജവഹർ ബാലഭവനിൽ നടന്ന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫോറം സംസ്ഥാന പ്രസിഡന്റ് PI രമേശൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. CRPF റിട്ടയർഡ് IG-മാരായ T ചന്ദ്രശേഖരൻ, AM മുഹമ്മദ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി CV ജോർജ്, MS കുര്യാക്കോസ്, N ജയ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന പെൻഷൻമാരെയും മികച്ച വനിതാ പുരുഷ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ നേതൃസംഗമം പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നടന്ന നേതൃസംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സോമൻ കൊളപ്പാറ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ചെയർമാനായി KG വിശ്വനാഥൻ ചുമതലയേറ്റു. അഡ്വക്കേറ്റ് K സുനിൽകുമാർ, ഡോക്ടർ K ബാസ്പിൻ, MN രതി, അഡ്വക്കേറ്റ് KK വാരിജാക്ഷൻ തുടങ്ങിയവരാണ് അംഗങ്ങൾ. സാമൂഹ്യക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസർ രാഗമാലികയ്ക്ക് മുമ്പാകെ പുതിയ കമ്മിറ്റി ചുമതലയേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിർദ്ദേശിച്ച സ്ഥലം ഏറ്റെടുപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ദേവസ്വത്തിന്റെ പക്കലുള്ള സ്വർണം, വെള്ളി നിക്ഷേപങ്ങൾ ഉപയോഗിക്കുമെന്നും ചെയർമാൻ. ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടും ജീവിതം ഇരുൾ മൂടിയ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. പുല്ലഴി സ്വദേശി സോമന്റെ കുടുംബത്തിന് തുണയായത് TCVയുടെ തണൽ. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി സമർപ്പിച്ച റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിയത് പ്രളയത്തിന് കാരണമായെന്ന് മാധവ് ഗാഡ്ഗിൽ. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി സംരക്ഷണത്തിൽ മായം ചേർക്കുന്നത് വിപത്തിന് കാരണമാകുമെന്നും ഗാഡ്ഗിൽ. ഭവനരഹിതർക്ക് ആശ്വാസമായ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഭൂമി ഗീതം. പ്രളയദുരിതം നേരിട്ട കേരളത്തിന്റെ പുനരധിവാസത്തിന് കല്യാൺ ഗ്രൂപ്പ് നൽകിയ സേവനം മാതൃകാപരമെന്ന് മന്ത്രി AC മൊയ്തീൻ. തൃശൂരിൽ 3 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുകളുമായി യുവാവിനെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. ചാവക്കാട് സ്വദേശി നഹീമാണ് അറസ്റ്റിലായത്. കുന്നംകുളത്ത് ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അത്താണിയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറുകളിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആലത്തൂരിൽ ഡോക്ടർ PK ബിജുവും ചാലക്കുടിയിൽ ഇന്നസെന്റും വീണ്ടും മത്സരിക്കും. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ഞായറാഴ്ച തുടക്കമാകും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.